ടീമുകളാണ് കടന്നു വരുന്നത്. നിങ്ങളുടെ കയ്യടിയും ആവേശവുമാണ് കളിക്കാർക്ക് നൽകേണ്ടത്. ഈ കളിക്കളത്തിൽ നിറഞ്ഞ കയ്യടി കൊടുക്കുക. അവർ സ്വച്ഛമായ ഈ പോരാട്ടത്തിന് സ്വാഗതം. വനിതാ വിഭാഗം ടീമുകൾക്ക് ഈ കളിക്കളത്തിലേക്ക് ഉഗ്ര പോരാട്ടത്തിന് ലൈവ് കാണുന്നവര് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കാണണം കേട്ടോ. വമ്പൻ പോരാളികൾ കടന്നു വരികയാണ്. ആവേശ പോരാട്ടത്തിൽ കളിക്കളത്തിലേക്ക് കടന്നു വരുന്നു. ആവേശം കൈകളിലും കാലുകളിലും ഉയർത്തിക്കൊണ്ട് എന്നിന്റെ കളിക്കളം പിടിച്ചെടുക്കാൻ നമ്പവലിയുടെ പ്രജാപതികളായി കണ്ട കടന്നു വരുന്നു. പെൺപടകൾ 10 മുതൽ പുല്ലേറി സ്വാഗതം. ലൈവ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് പോണേ. പുതിയ പേജിലാണ് പോണത്. EMS മന്ദിരം കീഴത്തൂർ സംഘടിപ്പിച്ച ആവേശോജ്വലമായ പോരാട്ടം. കരുത്തും തന്റേടവും കൂട്ടിക്കേട്ടി എന്നിന്റെ കളിക്കളത്തിലേക്ക് പോരടിക്കാൻ 14 പെൺപട്ടകളാണ് പോരിനിറങ്ങിയിട്ടുള്ളത്. ആവേശോജ്വലമായ പോരാട്ടത്തിൽ നിങ്ങളുടെ നിറഞ്ഞ കയ്യടിയാണ് ഈ കളിക്കളത്തിൽ ടീമുകൾക്ക് നൽകേണ്ടത്. ആദ്യ പോരാട്ടത്തിന് പറ്റുന്നത് പുല്ലിയോടാണ്. ഇന്നിന്റെ പടക്കളത്തിലേക്ക് കറുപ്പും ചുവപ്പും ജേഴ്സിയിൽ കമന്ററി ബോക്സിന്റെ വലതുവശത്തെങ്കിൽ ഇടതുവശത്ത് ഇന്നിന്റെ കളിക്കളം പിടിച്ചെടുക്കാൻ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും കളിക്കളത്തിലേക്ക് വിരുന്നെത്തിയ പടയാളി കൂട്ടങ്ങൾ കറുപ്പും നീലയും മഞ്ഞയും ജേഴ്സിയിൽ ഒരു പുറത്ത് ഹരിഹര പാലാഴി കൈയടിച്ച് മാത്രം സ്വീകരിക്കുന്ന മത്സരം ബെസ്റ്റ് ഓഫ് 1 ആയിരിക്കും. 470 ഒറ്റത്തുകം മത്സരത്തിലാണ് വനിതാ വിഭാഗ മത്സരം ആരംഭിക്കുക. മത്സര നിയന്ത്രണം കണ്ണൂർ ജില്ലാ വടംവലി അസോസിയേഷൻ അയ്യാറി. മത്സര റഫറിമാരെ സ്വാഗതം ചെയ്യുന്നു. ഓഫീസേഴ്സിനെ ഏറെ സ്നേഹത്തോടെ ബിജു മൈ. രണ്ടാം മത്സരത്തിന് വേണ്ടി വനിതാ വിഭാഗം ടീമുകൾ തയ്യാറാവുക. സിംഗിങ് ഫ്രണ്ട്സ് 60 മട്ടേ ചെതുവേര അടിക്കൽ. അടുത്ത മത്സരത്തിന് വേണ്ടി EMS കീഴത്തൂർ സ്പോൺസർ ചെയ്ത സിംഗിങ് ചെതുവേര അടിക്കയുമായി മാറ്റിയെടുക്കും. ടീമുകൾ തയ്യാറായി എൻട്രിയിലേക്ക് കടന്ന് നിൽക്കുക. പൂള് ടൈപ്പ് ചെയ്ത് വരുന്നോടെ വരെ ഞാൻ പൂൾ എടുത്തിട്ട് പേജിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും നോക്കണമെങ്കിൽ നോക്കാട്ടോ. വനിതാ വിഭാഗ മത്സരമാണ്. അവേശ പോരാട്ടത്തിന്റെ ആദ്യ ബിസിൽ നാദമാണ് പ്രതീഷ് പാടിന്റെ ബിസിൽ നിന്നും ഈ കീഴത്തൂരിന്റെ മണ്ണിൽ മുഴങ്ങിയിട്ടുള്ളത്. കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട മത്സര പടക്കളം തന്നെയാണ്. പാട്ടൻനഗർ പുല്ലിയോടിന്റെ ചമ്പട കൂട്ടങ്ങളാണ് കീഴത്തൂരിന്റെ മണ്ണിൽ ചന്തമുള്ള താളങ്ങൾ ഈ മത്സര പടക്കളത്തിൽ ആറാടിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ എതിർമുഖത്തിൽ ചില്ലറക്കാരല്ല, ഹരിഹര പാലായുടെ പെൺപട്ടകളാണ് ഈ കളിക്കളത്തിലേക്ക് 16 നദികൾ പാഞ്ഞൊഴുകുന്ന കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും കരിങ്കൽച്ചികളിന്റെ മൂർച്ചയുള്ള വെള്ളച്ചാട്ടം തങ്ങളുടെ കണങ്കാലിൽ കിലുക്കി കെട്ടി കരുതുള്ളി എത്തുന്നവരുടെ കരിന്തോട്ട പൊളിച്ചെടുക്കാൻ ഹരിഹര പാലാഴി പദ്ധതിയുടെ വിജയം മാത്രം മുന്നിൽ കണ്ട് ഈ സെറ്റ് ഞങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് 1 മത്സരത്തിൽ ഇതാ സെറ്റ് കൈപ്പിടിയിൽ ഒതുക്കി വിജയം കരസ്ഥമാക്കി ഹരിഹര പാലാഴി. സ്പോൺസർ ചെയ്ത ചെതുവേര മടിക്ക് ടീമുകൾ കോർട്ടിൽ റിപ്പോർട്ട് ചെയ്യും. അരുൺരാജ്
ലൈവ് കാണുന്നവരെ ഒന്ന് ഷെയർ ചെയ്ത് കാണണം കേട്ടോ. കാരണം നമ്മുടെ രണ്ടാമത്തെ പേജാണ്. ആദ്യ പേജ് വയലേഷൻ കാരണമായിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. അതിൽ ലൈവ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കാണുക കേട്ടോ. ഹമീദ് ഇരുപത്തിനാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി റൺ ഫൈറ്റേഴ്സ് കീഴത്തൂർ സംഘടിപ്പിക്കുന്ന വനിതാ വിഭാഗം മത്സര കളികളത്തിൽ ഈ പൂളിലെ ആദ്യ മത്സരത്തിന് വേണ്ടി അറുപത്തുമട്ടെ EMS മന്ദിരം കീഴത്തൂരിന്റെ കയ്യിൽ പിടിച്ച് ഈ കളിക്കളത്തിലേക്ക് വിരുന്നെത്തിയ പട്ടയാളി കൂട്ടങ്ങളാണ് സിംഗിങ് ഫ്രണ്ട്സ് അറുപത്തുമട്ടെ. എതിർമുഖത്ത് അതേ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും കളിക്കളം പിടിച്ചെടുക്കാൻ കയ്യും നെയ്യും മുറുക്കി ഈ കളിക്കളത്തിലേക്ക് വിരുന്നെത്തിയ പട്ടയാളി കൂട്ടങ്ങളാണ് ചിതുപേര അടിക്കൈ. കമന്റ് ബോക്സിന്റെ വലതുവശത്തും കറുപ്പും നീലയും ജേസി ചിതുപേരയുടെ നാമധേയം ഇടതിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യയുടെ കളിക്കളം പിടിച്ചെടുക്കാൻ അടിക്കൈ കമന്റ് ബോക്സിന്റെ EMS മന്ദിരം കീഴത്തൂരിന്റെ പിടിച്ച് അറുപത്തുമട്ട കാസർഗോഡിന്റെ നീല പടയാളികളാണ്. അതേ കറുപ്പും നീലയും ജേഴ്സിയിൽ കമന്റ് ബോക്സിന്റെ ഇടതുവശം തയ്യാറായിട്ടുള്ളത്. കൈയടിച്ചു സ്വീകരിക്കേണ്ട മത്സര ആദ്യ വനിതാ വിഭാഗം മത്സരങ്ങളാട്ടോ നടക്കുന്നത്. രണ്ടാം മത്സരമാണ് നടക്കുന്നത്. കാസർഗോഡിന്റെ 14 പെൺപടകൾ പോരിനിറങ്ങിക്കഴിഞ്ഞു. EMS മന്ദിരം കീഴത്തൂർ സിംഗിങ് ഫ്രണ്ട്സ് 68 പദ്ധതിയുടെ വിജയം മാത്രം മുന്നിൽ കണ്ട് അഞ്ചടിയും കൈപ്പിടി ഒതുക്കി EMS മന്ദിരം കീഴത്തൂർ ഒരു പുറത്തെങ്കിൽ എതിർമുഖത്ത് ചിതുപേര മടിക്കയെ പരാജയപ്പെടുത്തിയ സിംഗിങ് ഫ്രണ്ട്സ് 68 EMS മന്ദിരം വിജയം കൈപ്പിടിയിലൊതുക്കി. 68 പ്ലെയർ കുറയുന്നുണ്ട് പറയണം കേട്ടോ. നൗഫൽക്ക ആ 1 മിനിറ്റ് പറഞ്ഞു അതാ. ഓക്കെ 1 മിനിറ്റ് അല്ലല്ലോ. റജി ചേട്ടാ, ഞാനേ ഏതൊക്കെ ടീമുകളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിവിടെയൊക്കെ ഇവിടുത്തെ ടീമുകളെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് കൂടൊന്ന് ടൈപ്പ് ചെയ്ത് കിട്ടുന്നോളം വരെ ഈ പേജിൽ തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊന്ന് നോക്കാം കേട്ടോ. സെൻട്രൽ ടീം താപം ഉണ്ട്. കാരണം ആ ടീമിന്റെ പേര് എനിക്ക് കണ്ണൂർ ഭാഗത്തോട്ട് ലൈവ് രണ്ടാമത്തെ മൂന്നാമത്തെ വട്ടമാണ് ചേർന്നത്. വനിതാ വിഭാഗം ഏപ്രിലെ ആദ്യ വിനേഴ്സ് വേൾഡ് മത്സരം ഹരിഹര പാലാഴി കീഴത്തൂർ FC സ്പോൺസർ ചെയ്ത റെഡ് സ്റ്റാർ വട്ടിപ്പുറം. സ്വാഗതം. ഏപ്രിലെ വിനേഴ്സ് വേൾഡ് മത്സരം വിജയിച്ച സെമി ഫൈനൽ പോരാട്ടത്തിലേക്കാണ്. പരാജയപ്പെട്ടാൽ അടുത്ത പൂളിലേക്ക്. സ്വാഗതം.
കാസർഗോഡ് കണ്ണൂര് ജില്ലാ മത്സരമാണ്. കാസർഗോഡ് കണ്ണൂർ ജില്ലാ മത്സരമാണ്. വനിതാ മത്സരമാണ് ആദ്യം നടക്കുന്നത്. ആദ്യ വനിതാ വിഭാഗ മത്സരങ്ങളാണ് നടക്കുക. അതിനുശേഷമാണ് പുരുഷ വിഭാഗ മത്സരം നടക്കുന്നത്. കൂടുതൽ ടൈപ്പ് ചെയ്ത് കിട്ടിയിട്ടില്ല കേട്ടോ. ഏതായാലും ഞാൻ ടീമുകളെ എഴുതിയത് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഏപ്പൂളിൽ വന്നിരിക്കുന്നത് യുവതാര നടുവില് ന്യൂ സെവൻസ് കണ്ണൂര്, റെഡ് സ്റ്റാർ കൊടുക്കുമ്പളം, ചലഞ്ചേഴ്സ് വെങ്ങര. ബീപ്പൂളിൽ വന്നിരിക്കുന്നത് സെൻട്രൽ ടീം താവം, ഭാവന കരിങ്കൽക്കുടി, ഫ്രണ്ട്സ് പെരിയങ്ങാനം, സെമിഫൈനൽ പോരാട്ടത്തിലേക്ക് യോഗ്യത വിളക്കന്നൂര്. മത്സരത്തിലേക്കാണ് ഈ മത്സരശേഷം ബീപ്പൂളിലെ ആദ്യ വിനേഴ്സ് ബോൾ മത്സരം. ബീപ്പൂളിൽ വന്നിരിക്കുന്നത് കൈരളി മാവിലമ്പാറ, സഹചാരി കല്യാണപുരം. ബീപ്പൂളിൽ വന്നിരിക്കുന്നത് യൂത്ത് സ്റ്റാർ കോളിപ്പാലം, വനിതാ വിഭാഗം അങ്ങാടി, ഉദയ മാവിലമ്പാറ. ആദ്യ പോരാട്ടം യുവതാര നടുവിൽ ന്യൂ സെവൻസ് കണ്ണൂരുമായി മാറ്റുരയ്ക്കും ടീമുകൾ തയ്യാറായി നിൽക്കുക. അതായത് സ്കൂള് ഞാന് ഫോട്ടോ എടുത്തിട്ട് ഞാൻ പേജില്, നമ്മുടെ ഈ ലൈവ് ഇടുന്ന പേജിൽ ആർക്കെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇട്ട് തരാൻ പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. സിജ ചേട്ടാ 15 ടീം കേട്ടോ. പുരുഷ വിഭാഗത്തിൽ 15 ടീം, വനിതാ വിഭാഗത്തിൽ 6 ടീം. ആവേശ പോരാട്ടത്തിന് വിസിൽനാദം മുഴങ്ങിക്കഴിഞ്ഞു. വിജയിച്ചാൽ സെമിഫൈനൽ പോരാട്ടത്തിലേക്ക്, പരാജയപ്പെട്ടാൽ ലൂസേഴ്സ് ബോളിലേക്ക് ഉറപ്പുള്ള 14 പെൺപട്ടകളാണ് ഈ കളിക്കളത്തിൽ മാറ്റുരയ്ക്കുന്നത്. ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന നൂറുകണക്കിന് കായിക പ്രേമികളുടെ കൈയടികളൊപ്പം പ്രതീക്ഷിച്ചുകൊണ്ട് കീഴത്തൂരിന്റെ മണ്ണിൽ പോരടിക്കാൻ എത്തിച്ചേർന്നുള്ള 14 പെൺപടകളെ കൈയടിച്ച് മാത്രം സ്വീകരിക്കുക. കളിക്കളത്തിൽ വിജയം കൈപ്പിടിയിൽ ഒതുക്കി സെമിഫൈനൽ പോരാട്ടത്തിലേക്ക് യോഗ്യത. ഹരിഹര പാലാഴി, റെഡ് സ്റ്റാർ വട്ടിപ്പുറം, കീഴത്തൂർ FC സ്പോൺസർ ചെയ്ത സ്കൂളിലേക്ക് കൈവലിയാണ്. പുരുഷ വിഭാഗത്തിലോട്ട് വരുമ്പോൾ തോൾവലിയാണ്. ആദ്യ വിനേഴ്സ് പോരാട്ടം EMS മന്ദിരം കീഴത്തൂർ സ്പോൺസർ ചെയ്ത സിംഗിംഗ് ഫ്രണ്ട്സ് അരവത്തുമട്ടി ലെനിൻ സെന്റർ കോർട്ടിൽ റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം പുരുഷ വിഭാഗം ആദ്യ പോരാട്ടത്തിൽ ദല്ല മയിലുള്ളിമട്ട സ്പോൺസർ ചെയ്ത യുവധാര നടുവിൽ, ബസ് മയിൽ സ്പോൺസർ ചെയ്ത ന്യൂ സെവൻസ് കണ്ണൂരുമായി ഏറ്റുമുട്ടും ടീമുകൾ തയ്യാറായി എൻട്രിയിലേക്ക് കടന്നു നിൽക്കുക. അതിനുശേഷം റെഡിസാർ വെട്ടുമകളും ചാലഞ്ചേഴ്സ് വെങ്ങരയുമായി മാറ്റിവെക്കും ടീമുകൾ തയ്യാറായി നിൽക്കുക. അവിശോജ്വലമായ പോരാട്ടം ഇനി EMS മന്ദിരം കീഴത്തൂർ സംഘടിപ്പിച്ച കണ്ണൂർ കാസർഗോഡ് ജില്ലാതല വടംവലി മത്സരം ലോകമെമ്പാടുമുള്ള വടംവലി പ്രേമികളുടെ സ്വീകരണ മുറിയിലേക്ക് മത്സരം ലൈവിലൂടെ വരുന്നെത്തിക്കുന്നു. മലബാർ വടംവലി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രിൻസ് കൂടരഞ്ഞിയാണ്. കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നാണ് അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിറഞ്ഞ ഒരു കൈയ്യടി പ്രിൻസിന് ഞങ്ങൾക്ക് ഈ കളിക്കളത്തിൽ നൽകാം. ബീപ്പൂളിലെ ആദ്യ വിനേഴ്സ് ബോൾ മത്സരം EMS മന്ദിരം കീഴത്തൂർ സ്പോൺസർ ചെയ്ത സിംഗിംഗ് ഫ്രണ്ട്സ് അരവത്തമുട്ടൈ ലെനിൻ സെന്റർ കൊടോളിപ്പുറവുമായിട്ടാണ് മാറ്റിവെക്കുന്നത്. വിജയിച്ചാൽ സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് യോഗ്യത, പരാജയപ്പെട്ടാൽ ലൂസേഴ്സ് ബോളിലേക്ക്. കണ്ണൂരിലെയും കാസർഗോഡിന്റെയും 14 പെൺപടകളാണ് ഏറ്റുമുട്ടുന്നത് ഈ കളിക്കളത്തിൽ. വളയിട്ട കൈകളും
ഉത്സിത കാലുകളെ കൊണ്ട് കളിക്കളത്തിൽ അത്ഭുതം സൃഷ്ടിക്കാൻ 14 പെൺപടകൾ പോരിലിറങ്ങി കഴിഞ്ഞ് കീഴത്തൂരിന്റെ മണ്ണിലേക്ക് വിജയിച്ച സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് പരാജയപ്പെട്ട ലൂസേഴ്സ് സ്കൂളിലേക്ക് മാറുമെന്ന് ഉറപ്പുള്ള 14 കായിക താരങ്ങളുടെ പുറപ്പാട് തന്നെയാണ്. നമ്മുടെ ലൈവ് കാണുന്നവരെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് പോകണം കേട്ടോ. കാരണം നമ്മൾ ഈ പേജിൽ തുടക്കമാണ്. ആദ്യ മത്സരം തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ പടക്കളത്തിൽ കൊടുവള്ളിപ്പുറം കണ്ണൂരിന്റെ പെൺപടകൾ ഒരു പുറത്ത് കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് വിരുദ്ധത്തെ പടയാളികൾ EMS മന്ത്രി കീഴത്തൂരിന്റെ കയ്യെ പിടിച്ച് സിംഗിങ് ഫ്രണ്ട്സ് അരപത്ത് മട്ടേ പദ്ധതിയിൽ അവസാന ഇഞ്ചുകളിൽ കൈപ്പിടിയിൽ ഒതുക്കി ഇന്ത്യന്റെ കളിക്കളത്തിൽ സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് യോഗ്യത. ലൈൻ സെന്റർ കൊടുവള്ളിപ്പുറം ലൂസേഴ്സ് സ്കൂൾ മത്സരത്തിലേക്ക് അവിശ്വജ്വലമായ പുരുഷ വിഭാഗം പോരാട്ടം ആരംഭിക്കും ഈ കളിക്കളത്തിൽ. മാജിദ് അനിൽ കൃഷ്ണകൃപ ആവേശ പോരാട്ടം ആകാശത്തോളം എത്തിക്കാൻ ഈ എല്ലാവർക്കും ആയിട്ടോ. മഞ്ഞ് പുതയ്ക്കുന്ന വയനാടൻ മലമടക്കുകളിൽ കുറുവപ്പടയെയും കുറിച്ചുപടയെയും ചേർത്ത് കുന്നുകളാൽ ഒളിപ്പോളിന്റെ രാജതന്ത്രങ്ങൾ മെനഞ്ഞ് വൈദേശിക പട്ടാളത്തിന്റെ മാരണം തുപ്പുന്ന തുപ്പാക്കിക്കും പീരങ്കിക്കും മുന്നിൽ പിരിമാറ കാണിച്ച് പോരാട്ടത്തിന്റെ പോർവീതി തുറന്നു കൊടുത്ത വീര പഴശ്ശിത്തമ്പുരാനെയും ടിപ്പു സുൽത്താനെയും തലക്കൽ ചന്തുവിന്റെയും വീരചരിതങ്ങൾ അന്തി ഉറങ്ങുന്ന നാട്ടന്റെ തട്ട് കീഴടക്കാൻ കരിമ്പനയുടെ ഇളം കൂമ്പ് മാറ്റി പിഴിഞ്ഞ് നീരെടുത്ത് ആ നീരിൽ ഉറമി കാച്ചിയെടുത്ത് ആഞ്ഞു വീശിയാൽ ആനക്കൈ പോലും അറ്റുപോകുമെന്ന് ചേകവന്മാരുടെ ആത്മവീരത്തെ അപ്പാടെ കടമെടുത്ത് ഇന്നിന്റെ പടക്കളത്തിൽ പടം എത്തിപ്പിടിക്കാൻ നെറ്റിപ്പട്ടം കെട്ടിയ ഈ 14 ഗജരാജ ബാഹുബലി കൂട്ടങ്ങളാണ് ഈ ഉത്സവ പറമ്പിലേക്ക് ഇറങ്ങുന്നത്. ഉത്സവ കേരളത്തിന്റെ മത്സര പൂരങ്ങൾക്ക് മറുവാക്കില്ലാത്ത മക്തന്റെ പുത്രനായി അവതരിച്ച് ഉയരത്തോടെ ഉയരം നിന്നവരുടെ ഉടലാറ്റമുട്ടി ഉറപ്പിച്ച് രാജാക്കന്മാരുടെയും ഒറ്റ നിൽപ്പിന്റെ താര തമ്പുരാൻ ഗജരാജ വീരൻ മംഗലാംകുന്ന് തമിഴിന്റെ തലയെടുപ്പോട് കൂടി ഈ കളിക്കളത്തിലേക്ക് കയറി വരുന്നു. ഒരു പുറത്ത് ബാസ്മയിലിന്റെ കയ്യം പിടിച്ച് ന്യൂസ് കണ്ണൂർ സ്വാഗതം ചെയ്ത കളിക്കളത്തിൽ എല്ലാ മൈനുള്ളി മുട്ട സ്പോൺസർ ചെയ്ത യുവധാര നട്ടുവിലില്ല യുവധാര നട്ടുവിൽ കരിയിലക്കാടും മാമലക്കാടും രാജാക്കാടും കടന്ന് ചിന്നക്കനാലിൽ ചിഹ്നം വിളിച്ചെത്തിയ കാട്ടുകൂട്ടത്തിലെ വാമ്പൻ അന്തിക്കുറ തുണയ മടച്ചുറപ്പുമില്ലാത്ത ചിന്നക്കനാലിലെ 301 കൊമ്പനിയില് അമ്മമാർക്ക് അന്തി വെളുക്കുമ്പോളം കാവലിരിക്കുന്ന അറിവായ കാലത്തനാഥനാണെന്ന് അറിഞ്ഞപ്പോൾ 100 പോറ്റമ്മക്ക് പകരം പെട്ട അമ്മയെ തേടി ആണ്ടിലൊരു ദിനം കട്ടപ്പനക്കുന്നിറങ്ങുന്നവൻ അത് നാടും നഗരവും നാടുകളൊക്കെ ഇനിയൊരു തോൽവി അതെന്റെ അമ്മയ്ക്ക് മുമ്പിൽ എന്ന് ചൊല്ലി അന്ന് അർത്ഥമയക്കത്തിലും തലയെടുപ്പോട് നിന്ന് ചിന്നക്കനാലിനെ മുഴുവൻ ചിഹ്നം വിളിയിൽ വിളിച്ചു വരുത്തിയവൻ അത് അവനാണ്. കൊങ്കിയാനിക്ക് മുമ്പിലും നേരത്തോട് നേരം നിന്ന് പോരടിച്ച് ഒന്നിൽ പേച്ച മോനെന്ന് ചൊല്ലി 3 6 മലക്ക് വെടിക്ക് മുന്നിലും മയങ്ങു മെരിഞ്ഞാത്ത ആനപ്പടയില് മിണ്ടുപിടിക്കൽ അരിക്കൊമ്പന്റെ അസുരമായി കടന്നു വരുന്നു കളിക്കളത്തിലേക്ക്. യുവധാര നടുവിൽ സ്വാഗതം. ഈ പടക്കളത്തിലേക്ക് ആദ്യ പോരാട്ടത്തിന് പുരുഷ വിഭാഗ പോരാട്ടത്തിൽ ഈ മത്സരശേഷം രണ്ടാം പോരാട്ടത്തിൽ വെടിസ്ഥാന വട്ടമംഗലം ചാലഞ്ചേഴ്സ് വെങ്ങരയുമായി ഏറ്റുമുട്ടൽ ടീമുകൾ തയ്യാറായി എൻട്രിയിലേക്ക് കടന്ന് നിൽക്കുക. അതിനുശേഷം ഈ പുള്ളിൽ ആദ്യ പോരാട്ടം കീഴത്തൂർ FC സ്പോൺസർ ചെയ്ത സെൻട്രൽ ടീം താവ് കീഴത്തൂരിന്റെ സ്പോൺസർഷിപ്പിൽ ഇവിടെ എത്തിച്ചേർന്ന ഭാവന കരിങ്കൽ കുഴിയുമായി ഏറ്റുമുട്ടും. ടീമുകൾ തയ്യാറായി എൻട്രിയിലേക്ക് കടന്നു നിൽക്കുക. ഫോട്ടോ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക. അതുലജിത്ത് അതായത് പൂൾ ആർക്കെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് തരാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് തരണം കേട്ടോ.
കാരണം ലൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടൈപ്പിങ്ങും കൂടെ നടക്കൂല, അതുകൊണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും പൂള് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ പൂള് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിക്കോട്ടോ. ജസ്റ്റ് പൂളൊന്ന് നോക്കുക, ചെറിയൊരു ധാരണയൊക്കെ കിട്ടിയതിന് ശേഷം നേരെ ലൈവിലോട്ട് വരിക. 450 ആദ്യ റൗണ്ട് മത്സരം ഈ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. 450+5 വെയിറ്റ് അടിസ്ഥാനത്തിലാണ് മത്സരം നീങ്ങുക. മത്സരം നിയന്ത്രിക്കുന്നത് കണ്ണൂർ ജില്ല പുരുഷ വിഭാഗം ആദ്യ മത്സരമാണ് കോട്ടയം നടക്കാൻ പോണത് കേട്ടോ. പുരുഷ വിഭാഗം ആദ്യ മത്സരമാണ് കോട്ടയം നടക്കാൻ പോകുന്നത്. ഒരു സൈഡില് ന്യൂസ് 7 കണ്ണൂര്, ഈ മത്സരശേഷം രണ്ടാം മത്സരത്തിൽ ടീമുകൾ തയ്യാറായി എൻട്രിയിലേക്ക് കടന്ന് നിൽക്കുക. ചുരുക്കിയ മത്സരം ഉണ്ടായിരിക്കും. ജെറിന്റെ 15 ടീം കേട്ടോ, 15 ടീം. പുരുഷ വിഭാഗത്തിൽ 15 ടീം, വനിതാ വിഭാഗത്തിൽ 6 ടീം. 450+5 ആണ് തൂക്കം വരുന്നത് കേട്ടോ. ഏപ്പുള്ള ആദ്യ മത്സരം ഒരു സൈഡില് 50 കിലോയിൽ ആരംഭിക്കുന്ന മത്സരം പുരുഷ വിഭാഗം. ഒരു സൈഡില് ന്യൂസ് 7 കണ്ണൂര്, ഒരു സൈഡില് യുവതാരം നടുവില് കോട്ടിലെ ആദ്യ പോരാട്ടം. സ്വീകരിക്കേണ്ട മത്സര പടക്കളം ഗ്രാൻഡില്ല കണ്ണൂര് കാസർഗോഡ് ജില്ലാ മത്സരമാണ്. ചെറിയ ലീഡ് കരസ്ഥമാക്കിക്കൊണ്ട് ന്യൂസ് 7 കണ്ണൂര് കറുപ്പും വെള്ളയും നീലയുമെല്ലാം സ്പോൺസർ ചെയ്ത കണ്ണൂരിന്റെ 7 കായിക താരങ്ങൾ. കണ്ണൂരിന്റെ വടക്കൻ മണ്ണിൽ പിറന്ന 14 കില്ലാടി കൂട്ടങ്ങളാണ് കീഴത്തൂരിന്റെ മണ്ണിൽ കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട മത്സര പടക്കളം തന്നെയാണ്. അഞ്ചടി കരസ്ഥമാക്കിക്കൊണ്ട് ന്യൂസ് 7 കണ്ണൂര് തിരിച്ചു പിടിക്കാൻ യുവതാരം നടുവിൽ കൈയടിച്ച് മാത്രം സ്വീകരിക്കുക. എല്ലാ മൈലോടിയുടെ കയ്യെ പിടിച്ച് ശൈലേഷും നാരായണനും സുധീഷും സുധീപും സുബിനും ഇതിനകം എതിരെ വളരുന്ന 7 കായിക താരങ്ങൾ ഒരു പുറത്തേക്ക് ചില്ലറക്കാരല്ല. ന്യൂസ് 7 കണ്ണൂരിന്റെ പടയാളികൾ സുജീഷും രജിലും സജീഷും അപ്പവും അഷറഫും അടങ്ങുന്ന പടപോരാളികളാണ്. പദ്ധതിയുടെ വിജയം മാത്രം മുന്നിൽ കണ്ട് ഈ കളിക്കളത്തിൽ അസ്മയിലിന്റെ കൈയെ പിടിച്ച് അടിപൊളി ആദ്യ മത്സരം തന്നെ നല്ല അടിപൊളി പോരാട്ടം. ഒരു സൈഡിലെ ന്യൂസ് 7 കണ്ണൂര്, ഒരു സൈഡിലെ യുവതാരം നടുവിൽ തിരികെ പിടിക്കുന്നു. എല്ലാ മൈലോയുടെ കൈ പിടിച്ച് 8 അടി അർത്ഥമാക്കിക്കൊണ്ട് ന്യൂസ് 7 കണ്ണൂര് തിരിച്ചു വരുന്നു. യുവതാര നടുവിലിന്റെ പട്ടാളകൾ തിരിച്ചു വരുന്നു. കൈയടിച്ച് മാത്രം സ്വീകരിക്കുക. അടിപൊളി വിജയം കരസ്ഥമാക്കിക്കൊണ്ട് യുവതാര നടുവിൽ 9 അടി കരസ്ഥമാക്കിയ ന്യൂസ് 7 കണ്ണൂരിന്റെ അടുത്തുനിന്ന് തിരികെ പിടിച്ചുകൊണ്ട് യുവതാര നടുവിൽ മത്സരം ഉറപ്പായിട്ടുമുണ്ട്. ഈ മണ്ണിൽ ആദ്യമായി സംഘടിപ്പിച്ച യാറിയുടെ മത്സരമാണ്. ആവേശം ആകാശത്തോളം ഉയരും. എങ്ങനെയുണ്ട് മത്സരം? എങ്ങനെയുണ്ട്? അടിക്കരുത്, കാരണം വിസിൽനാദം കൊണ്ട് നിയന്ത്രിക്കുന്ന മത്സരമാണ്. ചിലപ്പോൾ കായിക താരങ്ങൾ തെറ്റിദ്ധരിച്ച് വടം വിട്ടു പോയേക്കാം. വിസിലടിക്കാനുള്ള ഏക അധികാരം ഇന്നിവിടെ എത്തിച്ചേർന്ന റഫറിമാർക്ക് മാത്രമാണ്. അതുകൊണ്ട് കൈയടിക്കാം, ആർക്കും വിളിക്കാം, വിസിലടിക്കരുത്. രണ്ടാം മത്സരത്തിന് വേണ്ടി സ്വാഗതം റൺസാർ വടുവംകുളം ചാലഞ്ചേഴ്സ് വേങ്ങര ഈ കളിക്കളത്തിലേക്ക് സ്വാഗതം ചെയ്തു. കറുപ്പും ചുവപ്പും ചേസി റൺസാർ വടുവംകുളത്തിന്റെ പട്ടാളമാണ്. ഒരു പുറത്തേക്ക് വെങ്ങരയുടെ നീലപ്പതയാണ് ചാലഞ്ചേഴ്സ് വേങ്ങര. ഈ മത്സരശേഷം കീഴത്തൂർ FC സ്പോൺസർ ചെയ്ത സെൻട്രൽ ടീം സ്പോൺസർ ചെയ്ത ഭാവന കരിങ്കൽ കുഴിയുമായി ഏറ്റുമുട്ടും ടീമുകൾ തയ്യാറായി എൻട്രിയിലേക്ക് കടന്നു. ഫോട്ടോ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക. നിഖിൽ ബിൻഡേട്ടാ ഷിജോ മത്സരം നടക്കുന്നത് കീഴത്തൂരാട്ടോ.
കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലാതല വടംവലി മത്സരമാണ്. ഈ മത്സരശേഷം കീഴത്തൂർ FC സ്പോൺസർ ചെയ്ത സെൻട്രൽ ടീം താവം കീഴത്തൂർ സ്പോൺസർ ചെയ്ത പാവന കരിങ്കൽക്കുഴിയുമായി ടീമുകൾ തയ്യാറായി. കൈവലി വനിതാ വിഭാഗ മത്സരത്തിലാണ് കൈവലി ഉള്ളത്. ഷിജു കേസ് സുനിൽ ഫസ്റ്റ് മത്സരം യുവതാര നടുവില്. $12,000 ട്രോഫിയിലും തുടങ്ങിയിട്ട് 16ാം സമ്മാനം 1500 ട്രോഫിയിലും അവസാനിക്കുന്നു കേട്ടോ. സ്വീകരിക്കേണ്ട മത്സര കളിക്കളം തന്നെയാണ്. ആവേശ പോരാട്ടത്തിനോട് പുറത്ത് വെങ്ങരയുടെ പട്ടാളങ്ങൾ ചാലഞ്ചേഴ്സ് വെങ്ങര പലപ്പം നീലയും ജേസി കമന്റ് ബോക്സിന്റെ ഇടതുവശത്തേക്ക് കൈയടിച്ച് മാത്രം സ്വീകരിക്കുക. സുമേഷും ദീപേഷും ഷിജുവും ബിനോയും വിജേഷും ഷിജുവും അടങ്ങുന്ന 7 താരങ്ങൾ ഈ കളിക്കളത്തിൽ മനോജ് വടവംകുളത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് കളിക്കളത്തിൽ ചെമ്പട കൂട്ടങ്ങളായി കമന്ററി ബോക്സിന്റെ പട്ടാളങ്ങളാണ്. കറുപ്പും നീലയും ജേഴ്സി കളിക്കളം പിടിച്ചെടുക്കാൻ ഒരു പോരാളികളും പേരും തേരാളികളുമായി ഈ കളിക്കളത്തിലേക്ക് വിരുന്നെത്തിയിട്ടുള്ളത്. കൈവച്ച് മാത്രം സ്വീകരിക്കേണ്ട കളിഗോത തന്നെയാണ് കീഴത്തൂരിന്റെ മണ്ണിൽ. കൈയടിച്ച കളിക്കളത്തിൽ ആവേശ പോരാട്ടം. കാരിന്റെ കരുത്ത് സ്വന്തം കരകൾക്ക് നൽകി എതിരാളികളെ കരുത്തരായ പോരാളികളാണ് ഇരുവശങ്ങളിലും പോരടിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതാ കണ്ണൂരിന്റെ കാലാൾപ്പടയായി സ്വന്തം നാടിന് പേരും പെരുമയും വിരുന്നെത്തിയ പടയാളികൾ റെഡ് സ്റ്റാർ വടവംകുളത്തിന്റെ ചെമ്പട കൂട്ടങ്ങളാണ്. കമന്ററി ബോക്സിന്റെ ഇടതുവശത്തെങ്കിൽ നീല പടയാളികൾ വിജയം കൈപ്പിടിയിലൊതുക്കിയ റെഡ് സ്റ്റാർ വടവംകുളം. ഇരു ടീമുകളും ക്ലാസ് പോയിന്റിൽ എത്തിച്ചേരുവാൻ അനുവദിച്ച തൂക്കം രേഖപ്പെടുത്തുക. ബീപ്പുളിൽ ആദ്യ പോരാട്ടം സ്വാഗതം ചെയ്തു. എഫ്സിയുടെ കൈയെ പിടിച്ച് സെൻട്രൽ ടീം താപത്തിന്റെ പടയാളികളെ കളിക്കളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത് തരണോ? കാരണം ലൈവ് ചെയ്യുന്നതിന് ഇടയ്ക്ക് നമുക്ക് പൂള് ടൈപ്പിംഗ് കൂടെ നടക്കൂല. ആരെങ്കിലും ആകെ 15 ടീമേ ഉള്ളൂ. 15 ടീമിന്റെ ഒരു പൂള് സെറ്റാക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട മത്സര പടക്കളം തന്നെയാണ്. കഴിഞ്ഞ 14 ഭാവന കരിങ്കൽക്കുഴി മറുസൈഡില് സെൻട്രൽ ടീം താവം പോരാട്ടത്തിൽ ചാമ്പ്യൻ കിരീടം കരസ്ഥമാക്കിയ ടീമാണ് കമന്ററി ബോക്സിന്റെ വലതുവശത്തേക്ക്. അതുപോലെ തന്നെ അന്ന് ആ ചാമ്പ്യൻ പോരാളികൾക്ക് പോരടിച്ച് 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഭാവന കരിങ്കൽക്കുഴിയുമായി തന്നെയാണ് അവർ ഈ കളിക്കളത്തിൽ ഏറ്റുമുട്ടുന്നത്. ഈ ടൂറിലെ ആദ്യ പോരാട്ടത്തിൽ നിറഞ്ഞ കയ്യടിയോട് കൂടി മാത്രം ആ ടീമുകളെ നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും പൂളാണ് വേണ്ടത്. ആരെങ്കിലും ഒന്ന് പൂള് ടൈപ്പ് ചെയ്ത് തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഞാൻ പൂളിന്റെ ഫോട്ടോ എടുത്തിട്ട് ഈ പേജിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയിട്ടേ, അല്ലെങ്കിൽ ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ അറിയാമെങ്കിൽ അവരോടൊന്ന് സജസ്റ്റ് ചെയ്താൽ മതി. തയ്യാറായി കൺട്രിയിലേക്ക് കടന്നിരിക്കുക. നിങ്ങളുടെ ഫോട്ടോ പൂർത്തീകരിക്കുക. അതിനുശേഷം സി പൂളിലെ ആദ്യ പോരാട്ടം
കുന്നമ്പൽ സഭാക്കൾ സ്പോൺസർ ചെയ്ത ഫൈറ്റേഴ്സ് ഫൈറ്റേഴ്സ് മുഖേന മാറ്റിവെക്കും. ടീമുകൾ തയ്യാറായി നിൽക്കുക. സനീഷ് ബാബു ഈ മത്സരശേഷം ഫ്രണ്ട്സ് പെരിയങ്ങാനം സ്പ്രിംഗ് ഗാങ്സ് വിലക്കന്നൂരുമായി മാറ്റിവെക്കും. ടീമുകൾ തയ്യാറായി എൻട്രിയിലേക്ക് കടന്ന് നിൽക്കുക. താപത്തിനു വേണ്ടി 7 കായിക താരങ്ങൾ പ്രസിലും ശ്രീരൂപവും പ്രണവും വിഷ്ണുവും അഖിലും ശ്രീരാഗും മുഹമ്മദ് അലിയും അടങ്ങുന്ന 7 കായിക താരങ്ങളാണ്. ചേതക്കിന്റെ പരിശീലന മികവിൽ ഈ കളിക്കളത്തിലെ കമന്ററി ബോക്സിന്റെ ഇടതുവശത്ത് വലതുവശത്ത് ജിഷ്ണുവും സുധിനും സിനീഷും ബഷീറും സിജോയും പ്രിയങ്കും ജിനേഷും അടങ്ങുന്ന 7 കായിക താരങ്ങൾ. ഭാവന കരിങ്കൽക്കുഴി കീഴത്തൂരിന്റെ കയ്യിൽ പിടിച്ച് നീല പടയാളികൾ കറുപ്പും നീലയും ജേഴ്സിയിൽ ഒരു പുറത്തെങ്കിൽ കളിക്കളത്തിൽ കീഴത്തൂർ FC-യുടെ കയ്യിൽ പിടിച്ച് സെൻട്രൽ ടീം താവോ മാറ്റിവെക്കുന്നു. ഈ മത്സരശേഷം ഫ്രണ്ട്സ് പെരിയങ്ങാനം സ്പ്രിംഗ് ഗാങ്സ് വിലക്കന്നൂരുമായി ഏറ്റുമുട്ടും. ഒരു സൈഡില് ഭാവന കരിങ്കൽക്കുടി, മറു സൈഡില് സെൻട്രൽ ടീം താവോ. മാത്രം സ്വീകരിച്ച ഒരു പോരാട്ടം തന്നെയായിരിക്കും. മാർച്ച് 16 പാലപ്പുഴ പോരാട്ടത്തിൽ വെച്ച് നടന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലാതല വടംവലി പോരാട്ടത്തിൽ അവസാന കുട്ടിക്കലാശ ഫൈനൽ പോരാട്ടത്തിൽ മാറ്റിവെച്ച് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ 1-2 സ്ഥാനം വീതിച്ചെടുത്ത പോരാളികളാണ്. ഉന്നതരായ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് കളിക്കളത്തിൽ. 15 ടീം കേട്ടോ, 15 ടീം. ചെറിയ ലീഡ് കരസ്ഥമാക്കിക്കൊണ്ട് ഭാവന കരിങ്കൽക്കുഴി. ഇത് നമ്മൾ കണ്ണൂർ ജില്ലയിൽ ചാമ്പ്യൻ പോരാളികളായി നിൽക്കുന്ന ഫൈറ്റേഴ്സ് മൊകേരി, അതുപോലെ തന്നെ ഫൈറ്റേഴ്സ് നെടിയേങ്ങ, ബുറൂസിയ കോട്ടപ്പോയിൽ ഈ ടീമുകളെ മുഴുവൻ പരിശീലനം കൊടുത്ത് കണ്ണൂരിലെ കേളികേട്ട ടീമുകളാക്കിയ ബഷീറിനെ 1-ാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ കളിക്കളത്തിലേക്ക് വിരുന്നെത്തിയ പടയാളി കൂട്ടങ്ങൾ ഭാവന കരിങ്കൽക്കുഴിയുടെ ജേഴ്സി മണിഞ്ഞ ബഷീറാണ് ഒന്നിലെങ്കിൽ ജ്യേഷ്ഠവും സുധീരും സിനീഷും സിജോയും പ്രിയങ്കും ജിനേഷും അടങ്ങുന്ന 7 കായിക താരങ്ങളാണ് ഒരു പുറത്തെങ്കിൽ വടക്കൻ മണ്ണ് കണ്ട 1-ാം നമ്പറിൽ പേര് കേട്ട പ്രചുൽ, ശ്രീരൂപ, പ്രണവും വിഷ്ണുവും അഖിലും ശ്രീരാഗും 7-ാം നമ്പറിൽ ആദ്യ ചോദ്യത്തിന് വടക്കൻ മണ്ണിൽ ഒരേ ഒരു നാമധേയ മുഹമ്മദ് അലിയെ 7-ാം നമ്പറിൽ ചേർത്ത് വെച്ചുകൊണ്ട് ചേതക്കിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പദ്ധതിയുടെ വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ കളിക്കളത്തിൽ സെൻട്രൽ ടീം ഇതൊരു മത്സരം തന്നെയാണ് കളിക്കളത്തിൽ. നിങ്ങളുടെ നിറഞ്ഞ കൈയടി കളിക്കളത്തിൽ ആദ്യ ചെറിയ ലീഡ് കരസ്ഥമാക്കിയ ഭാവന കരിങ്കൽക്കുഴിയുടെ അടുത്ത് തിരികെ വാങ്ങിക്കൊണ്ട് സെൻട്രൽ ടീം താവോ. കരുത്ത സ്വന്തം സ്ഥലം മാറ്റി നൽകി എതിരാളികളെ വലിച്ചെടുത്ത് പരാജയപ്പെടുത്ത ഒക്കെ ശേഷിയുള്ള പോരാളികളായി 14 കായിക താരങ്ങൾ കീഴത്തൂരിന്റെ മണ്ണിൽ EMS മന്ദിരം കീഴത്തൂർ സംഘടിപ്പിച്ച വടംവലി പോരാട്ടത്തിൽ തിരിച്ചു വരുന്നു. ഭാവന കരിങ്കൽക്കുഴി തിരിച്ചു വരുന്നു. കൈയടിച്ച് 6 വാളോ 6 വീഴോ സെൻട്രൽ ടീം താരം ഭാവന കരിങ്കൽക്കുഴി. സെൻട്രൽ ടീം തിരികെ പിടിച്ചുകൊണ്ട് ഭാവന കരിങ്കൽക്കുഴി. ബഷീർ എന്ന 1-ാം നമ്പർക്കാരന്റെ അത്യുജ്വലമായ പോരാട്ടമാണ് ഒരു പുറത്തെങ്കിൽ പ്രസിഡന്റ് പോരാട്ടം കാണാൻ പോകുന്നതേ ഉള്ളൂ. സെക്ക് വരുന്നുണ്ടോ?
ഒരു ഫൈനൽ സമാനമായ പോരാട്ടം തന്നെയായിരുന്നു ഈ കളിക്കളത്തിൽ. പ്രിയമുള്ളവരെ, പറയാൻ പറ്റില്ല, പരാജയം ഏറ്റുവാങ്ങി കളിക്കളത്തിലൂടെ പോയാലും വീണ്ടും വിജയത്തിനായി അതേ കളിക്കളത്തിലേക്ക് കാലൂന്നി കടന്നു വരാം. അതാണ് മത്സരം. ഫ്രാൻസ് പെരിയങ്ങാനും സ്വിമ്മിംഗ് ക്യാപ്സ് വിളക്കത്തൂർ സ്വാഗതം ചെയ്ത ഈ കളിക്കളത്തിൽ മത്സരം അവസാനിച്ച ഇരു ടീമുകളും സെൻട്രൽ ടീം താവം പാവന കരിങ്കൽ കുടി ക്ലാസ് പോയിന്റിൽ എത്തിച്ചേരുക, അനുവദിച്ച തൂക്കം രേഖപ്പെടുത്തുക. ഫ്രാൻസ് പെരിയങ്ങാനും സ്വിമ്മിംഗ് ക്യാപ്സ് വിളക്കത്തൂർ സ്വാഗതം. ആദ്യ പോരാട്ടം ഫൈറ്റേഴ്സ് മൊക്കേരി കുന്നുമ്മൽ സഭാക്കൾ സ്പോൺസർ ചെയ്ത ഫൈറ്റേഴ്സ് ടീമുകൾ സെൻട്രൽ പോയിന്റിലേക്ക് കടന്നു. ഫോട്ടോ നടപടി 5 മിനിറ്റ് നോക്കിയിട്ടേ അത് റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡിലോട്ട് വരാം, സെക്കൻഡ് ലൈവിലോട്ടാക്കാം. അതായത് പൂൾ ഇടാത്തതിനെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം നിങ്ങൾ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അസോസിയേഷൻ നേതൃത്വം നൽകുന്ന, അതായത് ലൈവ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ പൂള് ടൈപ്പ് ചെയ്യും. അതുകൊണ്ട് പൂള് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തതിന് ആകെ 15 ടീമേ ഉള്ളൂ. ആ 15 ടീമിന് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഏതായാലും ഒരു സൈഡില് സുബിൻ ഗ്യാങ് വിളക്കന്നൂര്, ഒരു സൈഡില് ഫ്രണ്ട്സ് പെരിയങ്ങാനം. രണ്ടാം സ്ഥാനക്കാർക്ക് 3000 രൂപയും ട്രോഫിയും, മൂന്നാം സ്ഥാനക്കാർക്ക് 2000 രൂപയും ട്രോഫിയും, നാലാം സ്ഥാനക്കാർക്ക് 1000 രൂപയും ട്രോഫിയുമാണ്. അതുപോലെ പുരുഷ വിഭാഗം മത്സരത്തിൽ ചാമ്പ്യൻ കിരീടം കൈക്കലാക്കുന്ന ടീമിന് ഈ മത്സരശേഷം സീപ്പൂളിലെ ആദ്യ പോരാട്ടം കുന്നുമ്മൽ സഖാക്കൾ സ്പോൺസർ ചെയ്ത ഫൈറ്റേഴ്സ് വിജയികളുമായി മാറ്റുരയ്ക്കും ടീമുകൾ തയ്യാറായി എൻട്രിയിലേക്ക് കടന്ന് നിൽക്കുക. EMS മന്ദിര 24ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പോരാട്ടമാണ് ഈ കളിക്കളത്തിൽ. പ്രിയമുള്ളവരെ, നാടുവാണി തമ്പ്രാക്കളെയും ജന്മിമാരെയും കണ്ട രണ്ടാം മുണ്ടെടുത്ത് തലയിൽ കേട്ട അടിസ്ഥാന വർഗത്തെ പ്രാപ്തരാക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കിങ് മേക്കർ, കാലത്തെയും നടത്തിയ താതികാചാര്യൻ EMSന്റെ നാമധേയം നെഞ്ചോട് ചേർത്ത് വെച്ച് കീഴത്തൂർ സംഘടിപ്പിക്കുന്ന 24ാം വാർഷികം ആഘോഷിക്കുന്ന EMS മന്ദിരം കീഴത്തൂരിന്റെ ഈ കളിക്കളത്തിൽ ഏറ്റുമുട്ടാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഒരു പുറത്ത് സുബിൻ ഗാംസ് വിളക്കന്നൂരിന്റെ പച്ചപ്പടയാളികളാണെങ്കിൽ കാസർഗോഡിന്റെ മഞ്ഞപ്പടയാളികൾ ഫ്രാൻസ് പെരിയങ്ങാനത്തിന്റെ 7 കായിക താരങ്ങൾ ഒരു പുറത്ത് കൈയടിച്ച് മാറ്റാൻ സ്വീകരിക്കേണ്ട കളിക്കോതയാണ് ഈ ചുവന്ന മണ്ണിൽ ഈ ചമ്പടക്കുട്ടങ്ങൾ അണിയിച്ചൊരുക്കിയ പോരാട്ടത്തിൽ. ഇതൊരു പോരാട്ടം തന്നെയായിരിക്കും. സ്വന്തം കുടുംബസ്വത്തെല്ലാം ത്യജിച്ച് പണത്തിനും ആർഭാടത്തിനും വേണ്ടിയുള്ള ആഭാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് യുക്തിയുടെയും തലങ്ങളിൽ വലിയൊരു ദൈഷ്ഠിക വ്യവഹാരമാണ് ഉറപ്പിച്ച് കമ്മ്യൂണിസ്റ്റിന്റെ നേതൃനിരയിലേക്ക് നീങ്ങിയ ആ 3 അക്ഷരം EMS എന്ന മഹാനായ 3 അക്ഷരം നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ കളിക്കളത്തിൽ 24ാം വാർഷികം ആഘോഷിക്കുന്ന ഈ കീഴത്തൂരിന്റെ മണ്ണിൽ ഫൈറ്റേഴ്സ് കീഴത്തൂർ സംഘടിപ്പിച്ച കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കമ്പനി പോരാട്ടത്തിൽ ഫ്രാൻസ് പെരിയങ്ങാനോ സുബിൻ ഗാംസ് വിളക്കന്നൂരുമായി ഏറ്റുമുട്ടുന്നു. ഒരു പുറത്ത് കാസർഗോഡിന്റെ പടയാളികളാണ് ഫ്രാൻസ് പെരിയങ്ങാനോ കൈയടിച്ച് മാത്രം സ്വീകരിച്ച് സ്റ്റക്ക് വരുന്നുണ്ടെങ്കിൽ മാറ്റി തരാട്ടോ. ഈ ഒരു മത്സരം കൂടെ കഴിഞ്ഞിട്ട് ലൈവ് ഒന്നുകൂടെ ഈ പേജിലിട്ട് തരാം. ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടിപൊളി വിജയം കൈക്കലാക്കിക്കൊണ്ട് വിളക്കന്നൂര് എത്തിച്ചേരുക, അനുവദിച്ച തൂക്കം രേഖപ്പെടുത്തുക. ആദ്യ പോരാട്ടം കുന്നുമ്മൽ സഖാക്കൾ സ്പോൺസർ ചെയ്ത ഫൈറ്റേഴ്സ് കിട്ടിയേക്കാം ഫൈറ്റേഴ്സ് മൊക്കീരിയുമായി ഏറ്റുമുട്ടും.
സ്വാഗതം. ഓക്കെ, അങ്ങനെയാണെങ്കിലേ വേഗം തന്നെ ഞാൻ സെക്കൻഡ് ലൈവിലോട്ട് വരാം. എല്ലാവരും ഒന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടോ. അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരും. ഓക്കെ. ഈ മത്സരശേഷം കൈരളി മോഹൻ സഹചാരി കല്യാണ